നടുക്കൊരു ചെക്കനതാ. എല്ലാം ചെറിയ മറ്റേ മീനട്ടാ വിളിച്ചിന്. ഹായ്, അപ്പോൾ ഞാനിപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ ദോഹയിലാണ്. ദോഹയിൽ നമ്മളെ മെയിൻ സിറ്റിയിലുള്ളത്. സൂക്ക് വഖഫിൻ്റെ അടുത്താണ്. ഞാൻ ഇവിടെ വേറൊരു ആവശ്യത്തിന് വന്നതാണ്. എന്നാലും നാളെ നമ്മളെ ഖത്തറിൻ്റെ നാഷണൽ ഡേ ആണ്. അന്നേരം ഞാൻ ഏകദേശം കോർണിഷിൽ ഇറങ്ങിയിട്ട് നാഷണൽ ഡേൻ്റെ ഒരുക്കങ്ങളും കോർണിഷിലെ കുറച്ച് കാഴ്ചകളെല്ലാം കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനിപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മളെ ഫനാർ മസ്ജിദ് ഉണ്ട്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇവിടെ നല്ല പാർക്കിംഗ് ഉണ്ട്. പണ്ട് വേൾഡ് കപ്പ് നടക്കുന്ന സമയത്ത് ഉണ്ടാക്കിയ പാർക്കിംഗാണ്. അടിപൊളി. ഇവിടെയായിരുന്നു എല്ലാ ബസ്സിനും ലിങ്കെല്ലാം ഉണ്ടായിരുന്നത്. അന്നേരം അപ്പുറമാണ് സൂക്ക് വഖഫ് ഉള്ളത്. അന്നേരം നമുക്ക് അരൂട്ടം നടന്നില്ല. കോർണിഷിൻ്റെ ലാസ്റ്റ് വരെ എത്തിയിട്ട് തിരിച്ച് ടാക്സിക്കാരൻ്റെ വരേണ്ടി വരും. നോക്കാം. കോർണിഷിലാണ് ശരിക്കും പരിപാടികളെല്ലാം നടക്കുന്നത്. അന്നേരം ഈ വർഷം പരിപാടികൾ ഉണ്ടോയെന്ന് അറിയില്ല. നമുക്ക് കാഴ്ചകളും കണ്ട് കാര്യങ്ങളും സംസാരിച്ച് പോകാം. അപ്പോൾ നമ്മളെ വണ്ടി അവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇരുട്ടം നടന്ന് ലാസ്റ്റ് അവിടെ വരെ പോയി നോക്കാം. എന്തായാലും കുറേ നടക്കാനുണ്ട്. ഇത് നമ്മളെ ഫനാർ മസ്ജിദ്. ഇത് മെയിൻ എംബ്ലമാണ് ഖത്തറിൻ്റെ പണ്ടേയുള്ള. നേരെ അപ്പുറം സൂക്ക് വഖഫിൽ. ആ സൂക്ക് വഖഫിൽ നിന്നിട്ട് ഇവിടത്തേക്ക് നല്ല ഫോട്ടോ എല്ലാം എടുത്താൽ എന്ത് ഭംഗിയാണെന്നറിയാം. ഇവിടെയാണ്, ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ നാട്ടിൽ പോകുമ്പോൾ ഫർദയെല്ലാം വാങ്ങാൻ വേണ്ടി വരുന്നൊരു സൂക്കുള്ളത്. ഫർദേൻ്റെ വലിയ മെയിൻ ഷോപ്പുള്ളത് അതിൻ്റെ ഉള്ളിലാണ്. ഫനാർ മസ്ജിദ് അടുത്തുനിന്ന് കാണുമ്പോൾ നോക്കണം. നല്ല ഭംഗിയില്ലേ? റൗണ്ടായിട്ട് അതിൻ്റെ കൂടെ കയറാൻ വിടുന്നതാണ്. ഇനി നമ്മളെ സൂക്ക് വഖഫ്. സമയം ഉച്ചയ്ക്ക് ഏകദേശം 12 മണിയാണ് കേട്ടോ. നല്ല തണുപ്പുണ്ട്. സമയം 12 മണി 12:30 കഴിഞ്ഞ്. സൂക്ക് വഖഫിൽ ആൾക്കാരുണ്ടല്ലോ. സൂക്ക് വഖഫിലൊന്നും പരിപാടി കാണുന്നില്ലല്ലോ. അല്ലെങ്കിൽ ആടെല്ലാം എന്തെല്ലാം പരിപാടീൻ്റെ ഇതെല്ലാം ഉണ്ടായാലുണ്ട്. നോക്കാം. ഈ പ്രാവശ്യം പരിപാടിയൊന്നും ഇല്ലേ? കഴിഞ്ഞ പ്രാവശ്യം പരിപാടി ഉണ്ടായിട്ടില്ല കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം മറ്റേ ഫലസ്തീൻ്റെ ഇതെല്ലാം പ്രശ്നങ്ങൾ കൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം പരിപാടി നാഷണൽ ഡേ നടത്തിയിട്ടില്ല. നോക്കാം, അങ്ങോട്ട് പോയാൽ. ഇത് ഖത്തറിൻ്റെ സെൻട്രൽ ബാങ്കാന്ന് തോന്നുന്നു. ഇതാണോ അപ്പുറത്തെയാണോ? ഇവിടെ ബോർഡൊന്നും കാണുന്നില്ല. ഇതന്നെയാണോ ഉറപ്പില്ല കേട്ടോ. ഖത്തറിൻ്റെ സെൻട്രൽ ബാങ്ക് ഇവിടെയാണോ? നമുക്ക് അപ്പുറത്ത് കാണുന്നിട്ട് ഇനി വീഡിയോ എടുക്കാം. ഓ, ലൈറ്റ് ഓഫ് ആകുന്നു. ദോഹൻ്റെ ലാസ്റ്റ് എൻഡിലുള്ള സ്ഥലത്തി. അങ്ങോട്ടാണ് നമുക്ക് പോകേണ്ടത്. ഇങ്ങോട്ട് പോയാലും കുറേ കാഴ്ചകളുണ്ട്. അങ്ങോട്ടുള്ള കാഴ്ചകൾ പിന്നെ ദിവസം ഇതാക്കിത്തരാം. നമുക്ക് ഇങ്ങോട്ട് പോവാം. ഇന്ന് സൈക്കിളിന് വേറെ ട്രാക്ക്, നടക്കാൻ വേറെ ട്രാക്കെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങോട്ട് പോയാൽ കുറേ കാഴ്ചകൾ കാണാനുണ്ട്. അതിൻ്റെ ഉള്ളിലോട്ട് ഈ എൻട്രൻസിലോട്ട് പോയി കഴിഞ്ഞാലാണ് ഒരു ദ്വീപുണ്ട്, ബനാന ഐലൻഡ്. അതിലേക്ക് പോകാനുള്ള ടിക്കറ്റും കാര്യങ്ങളെല്ലാം എടുക്കേണ്ടത്. ഇതിലൂട്ടിയാണ് അത് പോകേണ്ടത്, ബോട്ടിന് പോകേണ്ടത്. നമുക്ക് അങ്ങോട്ട് പോവാം. ഇവിടെ കണ്ടോ കുറേ ബൈക്കുകൾ നിർത്തി വെച്ചിട്ട്, ഇലക്ട്രിക് സ്കൂട്ടറുകൾ. ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാവും. അത് ഡൗൺലോഡ് ആക്കി കഴിഞ്ഞിട്ട് അതിന് പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുന്ന് നമുക്ക് ഓരോന്ന് എടുത്തിട്ട് പോവാം. അങ്ങനെയല്ലേ? അങ്ങനെ ആയിരിക്കും. അങ്ങനെയാണ്. ഇത് കണ്ടോ, ഇവിടെ ഒരു എംബ്ലം പണ്ടേ ഉള്ളതാണ് കേട്ടോ. ഇത് മുത്താണ് അതിൻ്റെ ഉള്ളിൽ കാണുന്ന ആ റൗണ്ട് സാധനം. പണ്ട് കാലത്ത് ഖത്തറിലുള്ള പണ്ടത്തെ ജനങ്ങളെല്ലാം ഇത് കടലിൽ പോയിട്ട് ഇത് തപ്പിയെടുക്കലെല്ലാമാണ് ഇവരെ ഉപജീവന മാർഗമായിരുന്നു. പിന്നെ അതിൻ്റെ പല ഫിഷിങ് കാര്യങ്ങളെല്ലാം ഉണ്ട്. നേരെ ആ സമയത്ത് ഉള്ള അവരൊരു ട്രഡീഷണൽ എംബ്ലമായിരിക്കും അത്. ബോട്ടൊന്നും കരക്കിൽ കാണുന്നില്ലല്ലോ. ബോട്ടെല്ലാം എന്നാൽ അങ്ങോട്ട് കയറ്റി വെച്ചിന് എന്നാ സംഭവം. അല്ലെങ്കിൽ ഈടി ഉണ്ടാവും, എല്ലാ ബോട്ടുകളും ഈടി ഉണ്ടാവും. കാരണം വെള്ളം കുറഞ്ഞിട്ടാ. നോക്കാം, അങ്ങോട്ട് ഇറക്കാം. സാധാരണ ഈടിയ ഉണ്ടായാലും നിരത്തി വെച്ചിട്ട്, കാരണം ആൾക്കാരെ കയറ്റിയിട്ട് 50 ഉറുപ്പിക കൊടുത്തു കഴിഞ്ഞാൽ ഒരു ബോട്ടിൽ നമ്മളെ ഇങ്ങനെ കൊണ്ടുപോയി കറക്കും. അന്നേരം പാട്ടെല്ലാം വെച്ച് തരും. ഒരു അരമണിക്കൂർ റൗണ്ട് അടിച്ച് വരും.
അപ്പോൾ ഖത്തറിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഏത് സ്ഥലത്ത് നോക്കിക്കഴിഞ്ഞാലും ഇത് സൈക്കിൾ ട്രാക്കാണ് കേട്ടോ. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് നമ്മളെ ആരോഗ്യത്തിന് ഭയങ്കരമായിട്ടുള്ള ഇത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള എക്സസൈസ് ചെയ്യാനുള്ള എല്ലാ സംഭവങ്ങളും എല്ലാ സെറ്റപ്പും എല്ലാ സംഭവവും റോഡ് സൈഡിലായാലും പാർക്കിലായാലും ഒരു സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എല്ലാ സ്ഥലത്തും കുറച്ച് ആൾക്കാരുള്ള സ്ഥലത്ത് പോലും എല്ലാ സെറ്റപ്പും ചെയ്ത് വെച്ചിട്ടുണ്ട്. എവിടെ പോയി കഴിഞ്ഞാലും നിങ്ങൾക്ക് സൈക്കിൾ ട്രാക്ക് വേറെ, മറ്റേ വാക്കിങ്ങിൻ്റെ ചെയ്യുന്ന ട്രാക്ക് വേറെ, പിന്നെ പാർക്കുകൾ എല്ലാം കാണാൻ പറ്റും. ചൂട് സമയമായതുകൊണ്ട് കുറേ സ്ഥലത്ത് AC എല്ലാം ഉള്ള പാർക്കെല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. അടിപൊളി. അപ്പോൾ ആ കാണുന്നതാണ് അമീരി ദിവാൻ. പുറത്തുള്ള വലിയ രാഷ്ട്രങ്ങളുടെ നേതാക്കളെല്ലാം വന്നു കഴിഞ്ഞാൽ സ്വീകരിക്കുന്നതും എല്ലാം ഉള്ള സ്ഥലമാണത്. ഒരു പഴയ ബിൽഡിങ്ങാണ്, പക്ഷേ അത് നല്ല അടിപൊളിയാക്കി പുതുക്കി നല്ല സെറ്റപ്പ് ആക്കിയിട്ട് ഇപ്പോൾ നിലനിർത്തിയിട്ട് നല്ല ഇതെല്ലാം ആക്കി വെച്ചിട്ടുണ്ട്. അതാണ് അപ്പുറത്തതല്ല, അത് ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു വലിയ ഒരു ഓഫീസാണ്. എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ അവിടെ പണ്ട് ഒരാളെ ഡ്രോപ്പ് ചെയ്യാൻ എപ്പം പോക്കുണ്ട്. അതിൻ്റെ ഉള്ളിൽ കയറണ്ടെങ്കിൽ ഭയങ്കര സെക്യൂരിറ്റീൻ്റെ ഇതെല്ലാം വേണം. കുറേ നടക്കാനുണ്ട്. ഞാൻ അങ്ങെത്തണം, ശരിക്കും വളഞ്ഞ അങ്ങെത്തണം. വരുമ്പോൾ ടാക്സി ഓടിക്കേണ്ടി വരും. നോക്കാം, നടക്കാം. അപ്പോൾ കുറച്ചിങ്ങോട്ട് നടന്ന് ഇങ്ങെത്തുമ്പോൾ ഇവിടെ ഒരു ചെറിയൊരു എൻട്രൻസ് ഉണ്ട്. കുറച്ച് കടലിൻ്റെ ഉള്ളിലോട്ട് ഇതാക്കിയില്ല, ഒച്ചപ്പാടാക്കുന്നുണ്ട്. കയറിൻ്റെ ഒച്ചയാണ് കേട്ടോ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് ഖത്തറിൽ 2022 നടന്ന വേൾഡ് കപ്പിന് ഉണ്ടായ രാജ്യങ്ങളെ ഫ്ലാഗ് കൊടുത്ത ഇതായിരുന്നു മൊത്തം. അതിൻ്റെ പേരിപ്പോൾ ഉണ്ട് എല്ലാതിൻ്റെ രാജ്യത്തിൻ്റെ. സ്വിറ്റ്സർലാൻഡ്, അർജൻറ്റീന, സെർബിയ. അന്ന് ഫസ്റ്റ് വെച്ച ഒരു ടൈമറും ഒരു ഇതെല്ലാം ഉണ്ടായിരുന്നു. അത് നല്ല രാത്രി നല്ല തിളങ്ങുന്ന സംഭവമാണ്. രാത്രി തിളങ്ങൽ ഉണ്ടാവുമായിരിക്കും. അവിടെ എറിയിട്ടുണ്ടല്ലേ ഇപ്പോൾ വേൾഡ് കപ്പ് ഖത്തർ 2022. ഇവിടെ കുറച്ച് ഉരുവെല്ലാം അടുപ്പിച്ചിട്ടുണ്ട്. അടിപൊളി ഉരുവട്ട. അതിൻ്റെ മുകളിൽ നമ്മൾ പൊന്തത്തിൽ ഇത് മറ്റേ പായ് വഞ്ചി പോലെ ഇത് കേട്ടുന്ന. ഇത് ആൾക്കാരെ കൊണ്ട് പോകുന്നതല്ല, ഇത് ഏതൊരു ഹോട്ടലിൻ്റെതാന്ന് തോന്നുന്നു. ഏതൊരു VIP ഹോട്ടലിൻ്റെ ഉരുവാന്ന് തോന്നുന്നു കേട്ടോ. സൂക്ക് ബത്തൂക്ക് ഹോട്ടൽ. ഇതെല്ലാം നമ്മളെ കുറേ ഉരുകളെല്ലാം ഇവിടെ ഉള്ള കുറേ ഉരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കോഴിക്കോട് ബേപ്പൂരിനെല്ലാം ഉണ്ടാക്കിയിട്ട് കൊണ്ടുവരുന്നതാണ് കേട്ടോ. കുറേ ഉരു അണക്കോന്ന് കൂടുതലും ആടുന്ന് നമ്മൾ കേരളത്തിൽ നിന്ന് വരുന്ന സാധനമായിരിക്കും. അവിടെ ചെറുതതാ. അടിപൊളി. ഇനി നമുക്ക് അങ്ങോട്ട് പോവാം. വെള്ളം ഭയങ്കര കുറവാണ്. നോക്കി അടിയിൽ കാണണം. വൈകുന്നേരം ആകുമ്പോൾ കയറുമായിരിക്കും. തണുപ്പ് വരുമ്പോൾ വിചാരിക്കും ചൂട് മതിയെന്ന്, ചൂട് വരുമ്പോൾ വിചാരിക്കും തണുപ്പ് മതിയെന്ന്. എന്താ ചെയ്യുക? പക്ഷേ ചൂടിനുള്ള സമയത്ത് കയറി കൂടാൻ വേണ്ടി AC റൂമുണ്ട്. തണുപ്പുള്ള സമയത്ത് റൂമിനുള്ളിൽ കൂടിയിട്ടും റൂമിലും തണുപ്പല്ല. സൗദിയിലെല്ലാം ഭയങ്കര തണുപ്പായിട്ട് യെല്ലോ അലോട്ട് റെഡ് അലേർട്ടെല്ലാം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഇതാണ് ഇങ്ങോട്ട് ഖത്തറിലേക്കെല്ലാം അടിക്കുന്നത്. കാരണം കാറ്റുണ്ട്. കാറ്റ് വരുമ്പോൾ അത് തണുപ്പ് നല്ലോണം കൂടുന്നു. അപ്പം നടന്ന് കുറേ ഇങ്ങോട്ടെത്തി. ഇങ്ങോട്ടെത്തുമ്പോൾ ഇത് കണ്ട സൈക്കിൾ ട്രാക്ക് അപ്പുറത്തേക്ക് കടക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ച കണ്ട. അടിയിലൂടെ വളഞ്ഞ് ഇറങ്ങിയിട്ട് അപ്പുറത്തേക്ക് കടന്നോളാം. അൽബിദ പാർക്കാണ് അപ്പുറമുള്ളത്. അൽബിദ പാർക്കിലേക്ക് കടന്നോളാം. അപ്പോൾ നമ്മൾ കോർണിഷിൽ കുറേ നടന്ന് ഇങ്ങെത്തി. ഇവിടെയാണ് നമ്മളെ നാഷണൽ ഡേൻ്റെ പരേഡ് എല്ലാം നടക്കുന്ന സ്ഥലം. ഇവിടെയാണ് മറ്റേ ഫ്ലൈറ്റും കാര്യങ്ങളെല്ലാം എന്താണെന്ന് പറയുക അവരെ ഇത് കാണിക്കുന്ന സ്ഥലങ്ങൾ. പിന്നെ അവിടെയാണ് ഷെയ്ക്ക് വന്നിട്ട് ഇരിക്കുന്ന സ്ഥലങ്ങൾ. ഇരിക്കാനുള്ള എല്ലാ സെറ്റപ്പും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് പരിപാടി ഇല്ലേ. ഞാൻ ഇവിടെയെല്ലാം വേലി കെട്ടുന്നുണ്ട്. അതിന് കണക്കൊന്ന് പരിപാടി ഒഴിവാക്കിനാമോ? ഷെയ്ക്കിൻ്റെ ഇതിരിക്കുന്ന സംഭവം പണ്ടേ ഉണ്ട്. എപ്പോൾ ഉണ്ടാവലുണ്ടാടാ എന്നാ സംഭവം മനസ്സിലാകുന്നില്ലല്ലോ. ഇവിടെ എന്നാ പണിയെടുക്കുന്നത്? ഇതെന്നാ ഡ്രോണാ?
ഇത്ര വലിയ ഡ്രോണാ, ഇരിക്കുന്ന ഡ്രോണാ. അത് പോലീസിൻ്റെ ആണ് കേട്ടോ. 999 എഴുതിയിട്ടുണ്ട്. മറ്റേ ഇവരെ കളറാണ് കാണുന്നത്, നമ്മളെ ഫയർഫോഴ്സിൻ്റെ അവരെ എന്തോ സംഭവമാണ്. കാരണം എന്തെങ്കിലും ഫയർ ഉണ്ടായാലെല്ലാം കൊണ്ടുവന്നിട്ട് എന്തെങ്കിലും ഇടലായിരിക്കും, അങ്ങനത്തെ സംഭവമായിരിക്കും, പൊടി മാറ്റുന്നില്ല. ഫ്ലാഗ് മാത്രമുണ്ട് ഫുള്ള് കുത്തിയിട്ട് കാണുന്നത്, വേറെ ഒരു സംഭവം കാണുന്നില്ല. എന്ത് പറ്റി നോക്കാം, അങ്ങോട്ട് പോയോക്കാം. അപ്പോൾ കുറേ ഇങ്ങോട്ട് വരുമ്പോൾ വേറെ ഒരു സ്ഥലത്ത് ചെറിയ ഇരിക്കുന്നത് ഇതെന്താ, ഇത് കുറേ അറബി അക്ഷരങ്ങൾ കൂട്ടിക്കെട്ടിയിട്ട് ആണ് കേട്ടോ അതിൻ്റെ സാധനങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. കൊള്ളാം. അയ്യോ, ഇനി എത്ര നടക്കണം ഞാൻ? നമുക്ക് ആ ബിൽഡിങ്ങിൻ്റെ അടുത്ത് നടക്കണം. ആ ബിൽഡിംഗ് ഉണ്ട്, അവിടെ എത്ര നടക്കുക? ഒരു 3 കിലോമീറ്റർ 4-5 കിലോമീറ്റർ ഉണ്ടാവും. നല്ലതല്ലേ നടക്കുന്നത്, ഒന്ന് സെറ്റാവും. വെള്ളം ഇറങ്ങിയിട്ടുണ്ട്, ഫുള്ള് ചമ്മണി മാത്രം കാണുന്നുണ്ട്. വീണ്ടും ഒരു പാലം എത്തി, ഇത് സെറ്റപ്പ് ആക്കി വെച്ചത് ഇങ്ങനെ മുകളിലോട്ട് അടക്കാം. അങ്ങനെ അൽബിദ പാർക്ക് കഴിഞ്ഞ്, അൽബിദ പാർക്കിൻ്റെ എൻഡായത്. ഏടുന്ന് മുതൽ തുടങ്ങിയ പാർക്കാന്ന് പറയാം അൽബിദ പാർക്ക്, അതിൻ്റെ എൻഡായത്. ഇവിടുന്ന് കുറച്ച് മുമ്പോട്ടും കൂടി പോയാൽ നമ്മളെ കോർണിഷിലെ ബിൽഡിങ്ങിൻ്റെ തുടക്കം നമുക്ക് കിട്ടും. കുറച്ച് പോരാ, ഇനിയും കുറേ പോകാനുണ്ട്. എന്താവോ അങ്ങ് കടലിൽ നടുക്കുണ്ട ഒരു മത്സ്യം ചാടുന്നുണ്ടല്ലോ. കടലിൻ്റെ നടുക്ക് ഒരു ചെറിയൊരു ദ്വീപ്, ആ ദ്വീപിൻ്റെ അതിലേതാ നമ്മളെ ഖത്തറിൻ്റെ ഫുട്ബോളിൻ്റെ സമയത്തുള്ള ഒരു എംബ്ലം, അത് ചെയ്തു വെച്ചിട്ട്. ഒരെണ്ണം വെറുതെ ചൂണ്ടിയിടുന്നുണ്ട്, വല്ലതും കിട്ടിയ കുറേ കീസും ഇതെല്ലാം ഉണ്ട്. അണ്ണാ हाँ भाई कैसा है, कुछ मिला? हाँ അതിൻ്റെ അടുത്ത് പടക്കുന്നുണ്ട് ചേട്ടാ. हाँ आप किधर का है भाई, किधर का है? हाँ हिंदी थोड़ा मालूम. किधर का है? बांग्लादेश? बांग्लादेश में हिंदी मालूम नहीं है. क्या मिला देखते हैं. छोटा छोटा है എല്ലാം ചെറിയ മറ്റേ മീൻ കേട്ടാ വിളിച്ചിന്. ചോട്ട ചോട്ട പോലെ അച്ചായേ ചെങ്ങായിക്ക് നല്ല മീൻ കിട്ടിയിട്ടുണ്ട്. ഇതെന്നാ മീനിന്റെ പേര്? इसका नाम क्या है बोलेगा आपका बांग्लादेश में? मच्छी का नाम क्या है? क्या मालूम नहीं, എനിക്കും അറിയില്ല. अच्छा है. कितना टाइम हो गया हैं? 9 टाइम. कितना घंटा हो गया इधर बैठते आप? 9 घोटी का सकाल 9 घोटी का ചക്കൽ കറിയാ എന്തോ പറഞ്ഞു, എനിക്ക് മനസ്സിലായില്ല. അറബി മാലോ അറബി മാലയോ നെയ്. ഓക്കെ ഓക്കെ ജായക. മീൻ കിട്ടുന്നുണ്ട് കേട്ടോ, ചെറിയ അടിപൊളി മീൻ, ചെറിയ ചെറിയ മീൻ, പാവം മീനുകൾ. അവർ എന്തെങ്കിലും തിന്നാൻ കിട്ടുന്ന വെച്ചിട്ട് കുളത്തുന്നല്ലേ. അല്ലോ അതവൻ്റെ ചൂണ്ടയിലേക്ക് എന്താ ചെയ്യുക. അപ്പോൾ കുറേ ഇങ്ങോട്ട് വരുമ്പോൾ നോക്കിയാൽ അതാണ് ഖത്തറിൻ്റെ പോസ്റ്റ്, ഖത്തർ പോസ്റ്റാണ് അത്, പോസ്റ്റ് ഓഫീസ്. പഴയതാണ് കേട്ടോ, ഓൾഡ് പോസ്റ്റ് ഓഫീസ് അത് ഖത്തറിൻ്റെ. ഇപ്പം മെയിൻ അതിൻ്റെ കാര്യങ്ങളെല്ലാം നടക്കുന്ന സ്ഥലമായത്. ഇപ്പോൾ അങ്ങനെ നിലനിൽക്കുന്നുണ്ട് കേട്ടോ. ഹലോ, കുറേ ആയി നടക്കുകയൊന്നും ചെയ്യാത്തത്, അതുകൊണ്ട് കൊതക്കുന്നുണ്ടോ. എപ്പം നടന്നാൽ അടിപൊളിയാണ്.
നാരങ്ങനെ കൊണ്ടാ എന്തിനെ കൊണ്ട് ഉണ്ടാക്കി വെച്ചിന്. ഓടുന്ന മനുഷ്യനൊന്നല്ല ഇത് ഈടെ എത്തുമ്പോൾ ചാടുന്ന മനുഷ്യനായി. കൊള്ളാം. ഇത് മറ്റേ ഇതിനെ കൊണ്ടാണ് ഉണ്ടാക്കിന് കേട്ടോ. നമ്മളെ മറ്റേ വലേൻ്റെ ഒപ്പരം പൊന്തി നിൽക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നില്ലേ, ആ ഒരു റബ്ബർ പോലത്തെ സാധനം, ആ സാധനത്തിനെ കൊണ്ടാണ് ഉണ്ടാക്കി വെച്ചിന്. അടുക്കട്ടെ പോവാം. ഇതെന്നാ വേസ്റ്റ് വെള്ളം. ഇത് വെള്ളം അങ്ങോട്ട് കയറ്റി വിടുന്നതോ അത് ഇറക്കി വിടുന്നതോ? ഒരു വെള്ളച്ചാട്ടം പോലെ സെറ്റാക്കി വെച്ചിനേട്ടാ. നല്ല വൃത്തിയുണ്ട്. ഇടുന്നപോലെ ദോഹേൻ്റെ ബിൽഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ഫസ്റ്റ് തന്നെ കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ ബിൽഡിങ്ങാണ്. അത് കഴിഞ്ഞിട്ട് കറണ്ടിൻ്റെ ഇവിടുത്തെ കറണ്ടിൻ്റെ ബിൽഡിങ്, അങ്ങനെ 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 ഓരോരോ ബിൽഡിങ്ങും അങ്ങനെ പോകുന്ന കണക്ക്. അങ്ങ് ആടെയുള്ള നമ്മളെ പഴയ ഷെറാട്ടൺ ഹോട്ടലിൻ്റെ ആടെ എത്തണം. ആടെ എത്തേണ്ട ആവശ്യമുണ്ട്. കാരണം ഇങ്ങോട്ട് വരുമ്പോൾ കണക്ക് നടക്കണ്ട. അതിൻ്റെ അടിയിലുണ്ട് ഒരു വണ്ടി കൊണ്ടിട്ടിനി. നമ്മളെ ഒരു ഓൺലൈൻ ലേലമുണ്ട്, അതിൻ്റെ ഒരു വണ്ടി ഞാൻ തന്നെ കൊണ്ടിട്ടിനി. അതിപ്പോൾ വിളിച്ച് പറഞ്ഞ് അത് എടുക്കാൻ വേണ്ടി. അതുകൊണ്ട് എനിക്ക് ഭാഗ്യമായി. ഇങ്ങോട്ട് വരുമ്പോൾ ഇനി നടക്കണ്ട, ടാക്സി പിടിക്കണ്ട. ടാക്സി പിടിച്ച് വരാനാണ് വിചാരിച്ചത്. എന്തായാലും ആ വണ്ടി എടുത്തിട്ട് തിരിച്ചു പോവാം. അതിൻ്റെ ഉള്ളിൽ കുറേ ബിൽഡിങ്ങുകളുണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിലാണ് സിറ്റി സെൻറ്ററും കാര്യങ്ങളെല്ലാം വരുന്നത്. എല്ലാ ഓഫീസും കാര്യങ്ങളും വലിയ വലിയ എല്ലാ സംഭവം അതിൻ്റെ ഉള്ളിലാണ് വരുന്നത്. ഉള്ള സൈഡിൽ അവിടെ പാർക്ക് ചെയ്യാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. പൊന്നെ അത് നോക്കറ, മീൻ നോക്കറ. ആ കറുത്തത് കാണുന്നത് ഫുള്ള് മീനാണ് കേട്ടാ. അവരെല്ലാം കൂടി എടുത്തേക്ക് പോകുന്ന എല്ലാവരും കൂടി. ഒരു വല ആടയിട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും കിട്ടും. ഇതല്ല വൃത്തിയുള്ള ഒരു ടവർ, കോർണിഷ് പാർക്ക് ടവർ, ഖത്തർ ഒളിമ്പിക് കമ്മിറ്റി. എല്ലാവരും പേരുണ്ട് ഓരോ ടവറിന്. അതൊക്കെ 100% ബലമായ സംശയമില്ലേ നാഷണൽ ഡേ ക്യാൻസലാണെന്ന്. കാരണം നാഷണൽ ഡേ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊന്നുമല്ല കോർണിഷിൻ്റെ ഇതുണ്ടായാലും ഫുള്ള് അലങ്കരിച്ച് സെറ്റപ്പെല്ലാം ആക്കിയിട്ടുണ്ടാവും. നാഷണൽ ഡേ മിക്കവാറും ക്യാൻസലാണ്. കാരണം ഞാൻ മിഞ്ഞാന്ന് കണ്ടിന് ആടെ ഇരിക്കാൻ വേണ്ടിയിട്ട് സീറ്റെല്ലാം സെറ്റാക്കുന്നത്. ഇപ്പം വരുമ്പോൾ സീറ്റ് ഒന്നുമില്ല, എല്ലാം പറിച്ചു കൊണ്ടുപോയി. ഷെയ്ക്കിൻ്റെ ഓർഡർ ആയിരിക്കും നാഷണൽ ഡേ ഒഴിവാക്കാൻ. എൻ്റെ അമ്മോ, ആ ബിൽഡിങ്ങിനെ നമ്മൾ കിളിക്കൂട് എന്നാണ് പറയല്. കിളിക്കൂട് പോലത്തെ ഒരു ബിൽഡിംഗ് ഉണ്ട് അങ്ങനെ ലാസ്റ്റ്. അപ്പം ഞാൻ നടന്ന് നമ്മളെ കിളിക്കൂടിനെ നേരെ ഫ്രണ്ടിലെത്തി. അടുത്തുനിന്ന് കണ്ടോട്ടെ. ഇതെല്ലാം ഇഷ്ടംപോലെ ഫോട്ടോസിൽ ഇതിലെല്ലാം ദൂരെ നിന്ന് കണ്ടിട്ടുണ്ടാവും. ഇതോ വെള്ളം പോലും കയ്യിലെടുത്തിട്ടില്ല, നടന്ന് തളർന്നുപോയി. അത്രയേ ഉള്ളൂ, കുറച്ചും കൂടി നടക്കാനേ ഉള്ളൂ അത് ആട്ടം വരെ. അടിയൊരു പാർക്കെത്തി. ഫുള്ള് പാർക്ക് തന്നെയാണ് എല്ലാം, അങ്ങനെ ഇങ്ങത്തോളം. പ്രാവിന് ഇതിട്ട് കൊടുക്കുന്ന അരി ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാവരും കൊണ്ടുവന്ന് ഇട്ട് കൊടുക്കും കേട്ടോ. ഇഷ്ടംപോലെ പ്രാവുണ്ട് ഇടാം. സൂക്ക് വാക്പിലുണ്ട്, കുറേ സ്ഥലത്തുണ്ട് ഇതേപോലെ അടിപൊളി പ്രാവുകൾ. എല്ലാം ഒറ്റ കളർ പ്രാവാണ് കേട്ടോ, ഒന്നും വെയിറ്റ് ഒന്നുമില്ലല്ലോ. അന്നെ കാണുമ്പോൾ എല്ലാവരും പായുന്ന അല്ല, എല്ലാവരും ഓടുന്ന. പോവേണ്ടല്ല, അതിന് നടുക്കൊരു ചെക്കനതാ. ഫോട്ടോ എടുക്കട്ടെ.
അതിനടുക്ക് പ്രാരം പിടിച്ചൊക്കെ വണ്ടീൻ്റെ മുകളിലും പൂറിയിട്ടില്ല. ചെക്കനോട് പ്രായം പിടിച്ചോളൂ. അല്ല ഒന്നിനും പേടിയൊന്നുമില്ല കേട്ടാ. എല്ലാവരും അങ്ങോട്ട് പോകും. അതോ ഞാനങ്ങ് പോയിക്കോട്ട്. അയാളെ വണ്ടീൻ്റെ അടിയിലെല്ലാം ഉണ്ട് പ്രാവ്. ഓക്കെ ചേച്ചി അല്ല शक्कर बाब 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 देखिएगा അപ്പം ഇനി നമുക്ക് അങ്ങോട്ട് പോകാം. പ്രാവിനെയും കണ്ടു. എപ്പം വന്നാലും ഇവിടെ പ്രാവ് ഉണ്ടാവും കേട്ടോ. ആര് വന്നു കഴിഞ്ഞാലും ഇവിടെ ഉണ്ടാവും പ്രാവ്. തീറ്റയായിട്ട് വന്നു കഴിഞ്ഞാൽ പ്രാവിൻ്റെ പേരെ ഫോട്ടോ എടുക്കാം. ഇവിടെ ഒരു കോഫി ഷോപ്പുണ്ട്. ചായ വണ്ടിക്ക് കുടിക്കാം. ഇനി ഉച്ചക്ക് എന്തായാലും ചായ പിടിക്കുന്നില്ല. ഞാൻ എൻ്റെ പരിപാടി തീർക്കട്ടെ. ഇതുണ്ട് 3 കളർ പൂക്കൾ. നല്ല ഇതൊന്ന് ഇടയ്ക്ക് പച്ചക്കറി നട്ടിനാ. ഇട്ട ഗാർഡന് ഇതെല്ലാം എന്ന് പറഞ്ഞാൽ ഡെയിലി മെയിൻ്റെനൻസ് ചെയ്യാനായിട്ട് മാത്രം ആൾക്കാരുണ്ട്. വെയിലത്തും അങ്ങനെ ഉണ്ടാവും. ഇപ്പം വെള്ളം അടിച്ചെല്ലാം സംരക്ഷിക്കുന്നതുകൊണ്ട് ഇങ്ങനത്തോളം ബിൽഡിങ് തന്നെ. അങ്ങനത്തോളം റൗണ്ട് അടിച്ചിട്ടുണ്ട് കേട്ടോ ബിൽഡിങ്ങുകൾ. അവിടെ ഒരു പാർക്കുണ്ട് ചെറിയ കുട്ടികൾ കളിക്കാൻ. എൻ്റെ സ്ഥലം എത്താനായി ഏകദേശം. ആ ബിൽഡിങ്ങിൻ്റെ അടിയിൽ അണ്ടർഗ്രൗണ്ടിലാണ് പോകേണ്ട കണക്ക്. അപ്പോൾ അതാണ് ഷെറാട്ടൺ ഹോട്ടൽ കേട്ടോ. ദോഹയിലെ ആദ്യത്തെ വലിയ ബിൽഡിങ്. ദോഹേൻ്റെ മുഖച്ഛായ മാറ്റിയ, പണ്ട് മുഖച്ഛായ മാറ്റിയ ബിൽഡിങ്ങാണ് കേട്ടോ. 1982 ഫെബ്രുവരിയിലാണ് അത് ഉദ്ഘാടനം ചെയ്തതിന് ഷെറാട്ടൺ ഹോട്ടൽ. ഒരു അമേരിക്കയിൽ നിന്നുള്ള ഒരാളാണ് അത് നിർമ്മിച്ചത്. പിന്നെ അതിൻ്റെ വേറെ എന്താണെന്ന് പറയാനുള്ളത്, ഷെയ്ഖ് ഖലീഫ അഹമ്മദ് ബിൻ അൽത്താനിയാണ് അത് ഉദ്ഘാടനം ചെയ്തത്. അന്നേരം അനക്ക് തോന്നുന്നു നമ്മളെ ഇപ്പോഴത്തെ ഷെയ്ഖിൻ്റെ ബാപ്പ. ഇത് ദോഹ സിറ്റിയിലോടുന്ന ബസ്സാണ് കേട്ടോ. ഇത് മൂലക്കായിട്ട് ഇത് ഹോട്ടലാക്കി മാറ്റി. അങ്ങനത്തെ ബസ് ഇപ്പോൾ ഓടുന്നുണ്ട്. അവിടെ സൂക്കിലെല്ലാം ഓടുന്നുണ്ട്. ഇവിടെ വൈകുന്നേരം ആകുമ്പോൾ ഫുള്ള് ഷോപ്പുകളെല്ലാം തുറന്ന് അടിപൊളി ആൾക്കാരും കളിക്കുന്ന കുട്ടികളും അതും ഇതും എല്ലാം സെറ്റപ്പായിരിക്കും. വൈകുന്നേരം വേറൊരു കാഴ്ച. അതാ നല്ല വൃത്തിയിൽ കാണും ഇവിടുന്ന്. ഭയങ്കര ഹോട്ടലാണ് കേട്ടോ. അത് ചെറിയ ഹോട്ടലൊന്നുമല്ല, ഭയങ്കര ഹോട്ടലാണ്. നല്ല എന്താ ഒരു പണ്ട് എടുത്തതിൻ്റെ ഫിനിഷിങ് ഒക്കെ. -2 അല്ലേ? ഓർമ്മയില്ല. -2 തന്നെ. അത് താഴേക്ക് വേണം. ഹായ്. അപ്പോൾ ഇവിടെ വണ്ടി ലേലം വിളിക്കുന്ന സ്ഥലമാണ്. ഇവിടെ വണ്ടി എടുക്കാൻ വന്നതാണ്. നമ്മളെ വണ്ടി ഇവിടെയുണ്ട്. നമ്മളെ വണ്ടി എടുത്തിട്ട് വേഗം എക്സിറ്റ് ആട്ടെ. അവിടെ ആളുണ്ട് നിൽക്കുന്നത്. എക്സിറ്റ് ആക്കാൻ വേണ്ടി ആൾ നിൽക്കുന്നുണ്ട്.
അപ്പം ഞാൻ അവിടെ നിന്ന് വണ്ടി എടുത്ത് എക്സിറ്റായി ഇനി നേരെ സൂക്കിൽ പോകണം. എൻ്റെ വണ്ടീൻ്റെ സ്ഥലത്ത് പോകണം. വണ്ടി അവിടെ നിന്ന് എടുക്കണോ ഇല്ലെങ്കിൽ ഫൈൻ കിട്ടും. ഫൈനല്ല, അവിടെ പേ പാർക്കിങ്ങിലാണ് ഇട്ടിട്ടുള്ളത്. നല്ല പൈസ കൊടുക്കേണ്ടി വരും പയ്യ. അടുത്തേക്ക് കൊടുത്തേട്ടാ. അപ്പം ഞാൻ വീണ്ടും ഫുള്ള് കറങ്ങി തിരിഞ്ഞ് എൻ്റെ വണ്ടീൻ്റെ അടുത്ത് എത്തി കേട്ടാ. നമ്മൾ വണ്ടി വെച്ച സ്ഥലത്ത് തന്നെ എത്തി. മറ്റേ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അന്നേരം ഇതാണ് ചെറിയ വിശേഷങ്ങൾ. എന്തായാലും നാളെ പരിപാടി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നാളെ അറിയാം. അന്നേരം നല്ല അടിപൊളി വീഡിയോ കാഴ്ചകളായിട്ട് വീണ്ടും കാണാം. ഓക്കെ, വിശക്കുന്ന ഫുഡ് കഴിക്കണം, പോയിട്ട് നല്ല പരിപാടിയുണ്ട്. ബൈ ബൈ.